എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിന്റെ 1ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ കൈനറ്റിക്സ് എന്നൊരു വാക്ക് ആദ്യമായി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണം കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, കൈനറ്റിക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, ചലനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചില കാര്യങ്ങളാണ്. ഇപ്പൊ കൈനറ്റിക് എനർജി എന്നും കൈനറ്റിക് തിയറി എന്നും പിന്നെ കൈനറ്റിക് ഹോണ്ട എന്ന പേരിലൊരു സ്കൂട്ടർ, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഇതെല്ലാം തന്നെ ചലനം അല്ലെങ്കിൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് കെമിക്കൽ റിയാക്ഷന്റെ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. അതായത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന എക്സ്പ്ലോഷൻ പോലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന റസ്റ്റിംഗ് ഓഫ് അയൺ പോലുള്ള വളരെ സ്ലോ റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ സ്പീഡിനെ പറ്റി സംസാരിക്കുക നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല, വളരെ സ്ലോ ആയിട്ടുള്ള റസ്റ്റിംഗ് പോലുള്ള പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല. പകരം മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് ഒരു സ്കൂട്ടർ ഒരാൾ ഓട്ടിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും 100 പോയി, അല്ലെങ്കിൽ 100 സ്പീഡ് 100 ആണെന്ന് പറയും. അപ്പൊ എന്താണ് ഈ 100 എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് 100 കിലോമീറ്റർ പെർ ഇയർ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു വർഷം കൊണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അത് സ്പീഡ് കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി 100 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 100 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ, ഒരു സെക്കൻഡിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 2 വാക്കുകൾ, 100 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. പെർ ഇയർ ആണെങ്കിൽ അത് വളരെ സ്ലോ ആണ്. അതേസമയം പെർ സെക്കൻഡ് ആണെങ്കിൽ അത് വളരെ ഫാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെർ ഇയറും അല്ല, പെർ സെക്കൻഡും അല്ല, പകരം പെർ അവർ ആണ്. പെർ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു മോഡറേറ്റ് സ്പീഡാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 100 എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് 100 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഈ സ്പീഡിന്റെ കാര്യം പറയണമെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ഒരു ടൈം ബൗണ്ട് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ എഴുതിയ സെക്കൻഡ് എന്നും ഇയർ എന്നും അവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളുടെ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് സ്പീഡിന്റെ വേരിയേഷൻസ് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എപ്പോഴും സ്പീഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ടൈം ബൗണ്ട് ആയിരിക്കുന്ന ഒരു സ്പീഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം ബൗണ്ട് ആയിട്ട് കാണുന്ന ആ സ്പീഡിനെ നമ്മൾ സാധാരണ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്പീഡ് എന്നൊരു വാക്കിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് റേറ്റ് എന്നാണ് പറയുന്നത്. റേറ്റിനെ പറ്റി സംസാരിക്കണം. ഓക്കെ. അപ്പൊ ഇനി ഈ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. റേറ്റ് മാറുന്നു, ഒരു റിയാക്ടന്റെ നേച്ചർ മാറുന്നതനുസരിച്ചും റേറ്റ് ഓഫ് റിയാക്ഷനിൽ വ്യത്യാസം വരാം. ഉദാഹരണം, നമുക്ക് പൊട്ടാസ്യം ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അപ്പൊ രണ്ടുപേരെയും വെള്ളത്തിലിട്ടാൽ നമുക്കറിയാം ഗോൾഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യില്ല. അതേസമയം പൊട്ടാസ്യം എന്നുള്ളത് റിയാക്ട് ചെയ്യും. അപ്പോൾ റേറ്റിനെ പറ്റി മനസ്സിലാക്കണം. അത് കൂടാതെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞു, നാച്ചർ ഓഫ് റിയാക്ടന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷനിൽ വ്യത്യാസം വരാം. ഇനി വേറൊന്ന്, ഗ്യാസ് ആണെങ്കിൽ പ്രഷർ മാറുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ വ്യത്യാസം വരാം. ഇനി വേറൊന്ന് കോൺസെൻട്രേഷൻ, ഡൈലൂട്ട് HCl-ലും കോൺസെൻട്രേറ്റഡ് HCl-ലും വ്യത്യസ്തമായ റിയാക്ഷൻസ് ഉള്ള കാര്യം അറിയാം. സോ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ചും റിയാക്ഷൻ റേറ്റിൽ വ്യത്യാസം വരാം. ഇനി വേറൊന്ന് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് പല റിയാക്ഷന്റെയും റേറ്റ് കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചും റേറ്റിന് വ്യത്യാസം വരാം. പിന്നെ ഉള്ളത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ സർഫസ് ഏരിയ, പൗഡർ ആക്കുന്ന സമയത്ത് റിയാക്ടിവിറ്റി കൂടുന്നുണ്ട്. അപ്പൊ സർഫസ് ഏരിയ മാറുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ വ്യത്യാസം വരാം. ലൈറ്റ് റേഡിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
റിയാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് സംസാരിക്കുന്നുണ്ട്. സോ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സിന് ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അത് കൂടാതെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണെന്ന് പറയണം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ടൈം ബൗണ്ട് ആയിരിക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കൂടാതെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയ നാച്ചർ ഓഫ് റിയാക്ടൻ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ലൈറ്റ് റേഡിയേഷൻ, സർഫസ് ഏരിയ പോലുള്ള കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഞാനിവിടെ ഒരു റിയാക്ഷൻ എഴുതാം. അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. നമ്മൾ ഒരു സാങ്കല്പിക റിയാക്ഷനാണ്. ടൈം 0 ആയിരിക്കുന്ന സമയത്ത് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ 100 ആയിരുന്നു എന്ന് വെച്ചോ. ആ സമയത്ത് പ്രോഡക്റ്റ് ഇല്ലായിരുന്നു എന്ന് മനസ്സിലായിക്കോ, 0. അപ്പോൾ t=0 ആകുന്ന സമയത്ത് റിയാക്ടന്റ് 100 ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് ഇല്ല, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ 0. ഇനി 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ 80 ആയി കുറയുന്നു എന്ന് വെച്ചു. അതായത് ആ ബാക്കി വന്ന 20 പ്രോഡക്റ്റ് ആയി മാറുന്നു. ഓക്കെ, എങ്കിൽ ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ടൈം ടേക്കൺ 5 ഇനി ഇവിടെ 20. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കൽ ആയിരിക്കുന്ന ഈ റിയാക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 20/5 ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ എങ്കിൽ എന്താണ് റേറ്റ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഈ 5ന് പകരം 5 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ടൈം ടേക്കൺ ആണ്. ശരിയാണ്. ഇനി 20 എന്താണ്? അപ്പൊ 20 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിൽ വന്ന ഡിക്രീസ് ആണ്. ഓക്കെ, 180 ആയി മാറുമ്പോൾ 20 കുറയുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. 20ന് പകരം ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതുപോലെ തന്നെ 0 20 മാറിയപ്പോഴത്തേക്ക് അവിടെ 20 എന്ന വാല്യൂന്റെ പ്രത്യേകത അവിടെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്നും പറയാം. അപ്പോൾ 20ന് രണ്ട് രീതിയിൽ പറയാം. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയാം, അല്ലാതെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്നും പറയാം. അപ്പൊ എങ്കിൽ റേറ്റ് എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ റേറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. റേറ്റ് ഈക്വൽ ടു റിയാക്ടന്റ് വെച്ച് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് വെച്ച് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ റേറ്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാം റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച് ഡിവൈഡ് ബൈ ടൈമിൽ വരുന്ന ചേഞ്ച്. ശരി, അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാം ഇത്രയായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഒരു ഡെഫിനിഷൻ സാധാരണ ചോദിച്ചില്ല, എന്നാലും എപ്പോഴോ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡിഫൈൻ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ അത് നിങ്ങൾ ഉത്തരം പറയേണ്ടത് നാച്ചർ ഓഫ് റിയാക്ടൻ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, പ്രഷർ, ഗ്യാസ് ആണെങ്കിൽ പ്രഷർ, ടെമ്പറേച്ചർ, ലൈറ്റ് റേഡിയേഷൻ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ. അത്രയാണ്. അടുത്തൊരു ഡെഫിനേഷൻ റേറ്റ് എന്താണെന്ന്. റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ റേറ്റ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ബൈ ടൈം ടേക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമുക്ക് മനസ്സിലായി.
ഇനി ഇതേ റേറ്റ് തന്നെ ഒരു സ്മോൾ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ടൈമിനെ ടി എന്ന് റെപ്രസെന്റ് ചെയ്താൽ, സ്മോൾ ടൈം ഇന്റർവെല്ലിനെ ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്താൽ, കോൺസെൻട്രേഷനെ എക്സ് എന്ന് എഴുതിയാൽ, സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയാൽ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് റേറ്റ്. അപ്പോൾ റേറ്റ് തന്നെയാണ് ആവറേജ് റേറ്റ്, പക്ഷെ കുറച്ചുകൂടെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ മെഷർ ചെയ്യുന്ന റേറ്റിനെ വിളിക്കേണ്ട പേരാണ് ആവറേജ് റേറ്റ് എന്ന് പറയേണ്ടത്. സോ ആവറേജ് റേറ്റ് എഴുതുക എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയണം. ഇനി ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയാം. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് റിയാക്ടന്റ് ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു മൈനസ് സിമ്പിൾ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യണം. അതേസമയം പ്രോഡക്റ്റിന്റെ ടേംസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ പ്ലസ് എന്ന് ഇടുകയോ അല്ലെങ്കിൽ ഒന്നും എഴുതാതിരിക്കുകയോ അവിടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്കിൽ ആവറേജ് റേറ്റിന്റെ പ്രത്യേകത, ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയണം. ഇനി റിയാക്ടന്റ് ടേമിലും പ്രോഡക്റ്റിന്റെ ടേമിലും നമുക്ക് ആവറേജ് റേറ്റ് എഴുതാം. റിയാക്ടന്റ് ടേമിലാണ് എഴുതുന്നതെങ്കിൽ മൈനസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയണം. പ്രോഡക്റ്റിന്റെ ടേമിലാണ് എഴുതുന്നതെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇതേ ആവറേജ് റേറ്റിനെ അപ്പോൾ റേറ്റായി, ആവറേജ് റേറ്റായി. ഇനി അതിനേക്കാളും ചെറിയ ഇൻഫിനിറ്റ്, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്കിൽ ആ റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയണം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേറ്റ് മനസ്സിലായി. പിന്നെ അതിനുശേഷം ആവറേജ്, കുറച്ചുകൂടെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ആവറേജ് റേറ്റ് മെഷർ ചെയ്യുന്നു. ഇനി അതിനേക്കാളും ചെറിയ ടൈം ഇന്റർവെൽ, അതായത് പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അടിസ്ഥാനപരമായിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. എക്സ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്ന സമയത്ത് അവിടെ ഡെൽറ്റ ഇല്ല, പകരം ഡി എന്ന് എഴുതും. ഡി എക്സ് ബൈ ടി, ഡി ടി എന്ന് എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് എഴുതാം. പിന്നെ അതിനേക്കാളും ചെറിയ ആവറേജ് റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അത് റിയാക്ടന്റ് ആണെങ്കിൽ മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ പറ്റി പറയാറുള്ളത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. വേർ ഡി എക്സ് ഈസ് ദ വെരി സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ഡി ടി ഈസ് ദ വെരി സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, ഇനി നമ്മൾ ആവറേജ് റേറ്റിൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിലും റിയാക്ടന്റ് ടേമിൽ എഴുതുകയാണെങ്കിൽ ഒരു മൈനസ് സിമ്പൽ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ റിയാക്ഷൻ ഞാൻ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാൻ പോകുന്നു. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു എ വെച്ച് എഴുതിയാൽ ഇതുപോലെ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി. റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ്. അപ്പൊ എയുടെ ടൈമിൽ എഴുതിയാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി. ഇനി ബിയുടെ ടൈമിൽ എഴുതിയാൽ ഇൻസ്റ്റ റേറ്റ് ഈക്വൽ ടു ഡി സ്ക്വയർ ബ്രാക്കറ്റ് എക്സിന് പകരം ക്യാപിറ്റൽ ബി ഡിവൈഡ് ബൈ ഡി ടി. അത് പ്രോഡക്റ്റ് ആയതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നില്ല. സോ എ ഗീവ്സ് ബിയുടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് രണ്ട് രീതിയിൽ എഴുതാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ഡി ടി, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ബി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ട് ഇക്വേഷനും തുല്യമാണ്, അല്ലെങ്കിൽ രണ്ട് റേറ്റും തുല്യമായതുകൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറുണ്ട്. രണ്ട് റേറ്റും തുല്യമായതുകൊണ്ട് ഒരുമിച്ച് എഴുതാം. ഇൻസ്റ്റ റേറ്റ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി ഈക്വൽ ടു ഇത് ഡി കോൺസെൻട്രേഷൻ ബി ബൈ ഡി. ഇങ്ങനെ ഒറ്റ വരിയായിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഒറ്റ വരിയായിട്ട് എഴുതി കാണിക്കാറുണ്ട്. ഓക്കെ, അടുത്ത വീണ്ടും പ്രാക്ടീസ് നോക്കാം. വേറൊരു ഇക്വേഷൻ m gives n ആയിക്കോട്ടെ. സോ ഇൻസ്റ്റ റേറ്റ് ഈക്വൽ ടു മൈനസ് എം വെച്ചാണെങ്കിൽ ഡി സ്ക്വയർ ബ്രാക്കറ്റ് എം ഡിവൈഡ് ബൈ ഡി ടി
ഈക്വൽ ടു n വെച്ച് ആണെങ്കിൽ d കോൺസെൻട്രേഷൻ n ഡിവൈഡ് ബൈ dt. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഇനി വേറൊന്ന് ഇതിന്റെ നോക്കാം. ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് കൂടെ കാണിച്ചിട്ടുണ്ട്. സോ ഇൻസ്റ്റന്റ് റേറ്റ് ഈക്വൽ ടു, ഈ നമ്പർ ഓഫ് മോൾസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എഴുതും മൈനസ് d കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ dt ഈക്വൽ ടു d കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡ് ബൈ dt എന്ന് എഴുതുമായിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ എഴുതുമായിരുന്നു. അപ്പൊ ഈ നമ്പർ ഓഫ് മോൾസിനെ എവിടെ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ അത് വളരെ ശ്രദ്ധിച്ചോണം. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അതായത് എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്കെല്ലാം ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ആ നമ്പർ ഓഫ് മോൾസിനെ ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ എ റേസ് ടു പവർ ആയിട്ടല്ല, പകരം 1/a എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എ 1/b എന്നാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഓട്ടോമാറ്റിക്കലി റേസ് ടു പവർ ആയിട്ട് എഴുതാൻ ടെൻഡൻസി ഉണ്ട്. അത് അങ്ങനെയല്ല. നമ്പർ ഓഫ് മോൾസിനെ 1/a എന്നും 1/b എന്നും 1/c എന്നുമാണ് റെപ്രസെന്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് ഓർമ്മ വേണം. സോ ഈ റിയാക്ഷൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇൻസ്റ്റന്റ് റേറ്റ് ഈക്വൽ ടു -1/a into d concentration of A divided by dt equal to 1/b into d concentration of B divided by dt എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഇത് ചെയ്ത് നോക്കാം. ഇവിടെ എഴുതുന്ന സമയത്ത് എയും ബിയും റിയാക്ടന്റ് ആണെങ്കിലും രണ്ടും കൂടെ ചേർത്തല്ല എഴുതേണ്ടത്. ഇവിടെ 4 രീതിയിൽ ആ ഇക്വേഷൻ എഴുതണം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതണം, അതിൽ ഇൻ ടേംസ് ഓഫ് എ എഴുതണം, അതിന് തുല്യമാണ് ഇൻ ടേംസ് ഓഫ് ബി, അതിന് തുല്യമാണ് ഇൻ ടേംസ് ഓഫ് സി, അതിന് തുല്യമാണ് ഇൻ ടേംസ് ഓഫ് ഡി. അങ്ങനെ 4 രീതിയിൽ ഇക്വേഷൻ എഴുതണം. എഴുതി കാണിച്ചു തരാം. അതായത് d മൈനസ് d കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ dt ഈക്വൽ ടു, അടുത്ത ഇത് വെച്ച് മൈനസ് d കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ dt ഈക്വൽ ടു, അടുത്ത ഇത് വെച്ച് d concentration of C divided by dt equal to അടുത്തത് d concentration of B divided by dt. ഓക്കെ, അപ്പോൾ എ ഇവിടെ ചേർത്ത് ഒരുമിച്ചല്ല എഴുതേണ്ടത്. എ പ്രത്യേകിച്ച് എഴുതണം, ബി പ്രത്യേകിച്ച് എഴുതണം, സി പ്രത്യേകിച്ച് എഴുതണം, ഡി പ്രത്യേകിച്ച് എഴുതണം. അപ്പോൾ നമ്മൾ ഇതിലൂടെ പഠിച്ച നിയമങ്ങൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിയാക്ടന്റിന്റെ ടേംസിലാണെങ്കിൽ മൈനസ് സിമ്പൽ കൊടുക്കണം. അത് കൂടാതെ നമ്പർ ഓഫ് മോൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അത് റേസ് ടു പവർ ആയിട്ടല്ല, പകരം 1/a എന്നും 1/b എന്നും 1/c എന്ന രീതിയിലുമാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി റിയാക്ടന്റ് ആയാലും പ്രോഡക്റ്റ് ആയാലും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും നമ്മൾ ഓരോന്നിന്റെയും പ്രത്യേകം റേറ്റ് എഴുതി ഈക്വൽ ടു ഇട്ട് എഴുതണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തൊരെണ്ണം ഇതായിക്കോട്ടെ. ഈക്വൽ ടു ഇത് വെച്ച് എഴുതാം. മൈനസ് വേണം, റിയാക്ടന്റ് ആയതുകൊണ്ട്. Number of moles 1/a into d concentration of A divided by dt equal to, ഇത് വെച്ച് number of moles reactant ആണ്, അതുകൊണ്ട് തന്നെ minus 1/b into d concentration of B divided by dt equal to, ഇത് വെച്ച് 1/c into d concentration of C divided by dt ഇത് വെച്ച് equal to 1/d into d concentration of D divided by dt. ഓക്കെ, ശരി. ഇനി ഒരു റിയൽ എക്സാമ്പിൾ കൂടെ എഴുതാം. N2 d concentration of d by dt of concentration of N2 റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ് ഈക്വൽ ടു, ഇവിടെ ഇത് വെച്ച് എഴുതുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, റിയാക്ടന്റ് ആണ്, സോ മൈനസ് ഈ നമ്പർ ഓഫ് മോൾസിനെ 1/3 d concentration of H2 by dt. ഓക്കെ, ഈക്വൽ ടു ഇത് വെച്ച് അവിടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 1/2, അവിടെ പ്രോഡക്റ്റ് ആണ്, അപ്പോൾ മൈനസ് ഇടണ്ട, d concentration of NH3 by dt. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ യൂണിറ്റ് ചോദിച്ചാൽ, dx എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ വരുമ്പോൾ മോൾ പെർ ലിറ്റർ. ഇനി dt എന്ന് വെച്ചാൽ സെക്കൻഡ് ആണ്. അപ്പോൾ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ നമുക്ക് യൂണിറ്റുകൾ പറയാം. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റോ അല്ലെങ്കിൽ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ,
നമ്മൾ പുതിയ ചാപ്റ്റർ, അതായത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ ആരംഭിച്ചു. അതിനകത്ത് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡെഫിനിഷൻ. നമ്മൾ സാധാരണ ചാപ്റ്ററിന്റെ ഹെഡിങ് ഡെഫിനിഷൻ പറയാറില്ല, പക്ഷെ എപ്പോഴും ഒരിക്കൽ കെമിക്കൽ കൈനറ്റിക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചാൽ, ഈ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ്, ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ ആ പോയിന്റ് പറയാം. ഇനി അടുത്ത് പറഞ്ഞത് റേറ്റിനെ പറ്റി സംസാരിച്ചു. റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിയാം. ഇനി റേറ്റ് തന്നെ ആവറേജ് റേറ്റിനെ പറ്റി അറിയാം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറിയാം. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാന്ന് വെച്ചാൽ നിസ്സാരമല്ല, അത് ക്വസ്റ്റ്യൻ നോക്കുക. കോമ്പറ്റേറ്റീവ് എക്സാം പോലുള്ള എക്സാമിനേഷൻസ് ഇത് ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്ത് നമ്പർ ഓഫ് മോഡ്സിനെ 1/a എന്നും 1/b എന്നും 1/c എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഇനി അതുകൂടാതെ റിയാക്ടന്റ് ടേമിലാണെങ്കിൽ മൈനസ് കൊടുക്കുക, പ്രോഡക്റ്റ് ആണെങ്കിൽ സൈൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് കൂടെ മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇത്രയും നല്ലവണ്ണം പഠിക്കുക. ബാക്കി കാര്യങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.